നമസ്കാരം, എല്ലാവർക്കും പത്തിരി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ നാടൻ ബീഫ് കറിയാണ്. തേങ്ങാക്കൊത്തൊക്കെ ഫ്രൈ ആക്കിയിട്ടൊരു നാടൻ ബീഫ് കറിയാണ്. വളരെ ഈസിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് കിച്ചണിലോട്ട് പോയിട്ട് വീഡിയോ കണ്ടിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. ബീഫ് മീഡിയം സൈസ് പീസ് കട്ട് ചെയ്തത്, ഒരു 5 ഒനിയന് മീഡിയം സൈസ് സ്ലൈസ് ചെയ്തത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തത്, ഒരു 3 ടൊമാറ്റോ സ്ലൈസ് ചെയ്തത്, കോക്കനട്ട് ഒരു അരമുറി കോക്കനട്ട്, ഒരു 4 പച്ചമുളക് അതിൻ്റെ കറി ലീഫും, ഓയിൽ, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഇത്രയാണ് ഇതിന് വേണ്ടുന്നത്. ബീഫ് കറി വെക്കാൻ വേണ്ടി ഞാനൊരു ഉരുളി വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. കറി ലീഫ് കൂടെ ഒന്ന് വറുത്തെടുക്കാം. കോക്കനട്ട് ഏതാണ്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇത്രയും കോക്കനട്ട് കോരി മാറ്റുന്നുണ്ട്. ബാക്കി ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ സവാളയുടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ആവുന്നവരെ ഒന്ന് മൂടി വെക്കാം. മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇനി സവാളയൊക്കെ നല്ല പകുതി കുക്കായിട്ടുണ്ട്. മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പച്ചമുളകും കറി ലീഫും, ഇനി ഇതിൽ ടൊമാറ്റോയുടെ ചേർത്ത് കൊടുക്കാം. ഇനി ബീഫ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂടി വെക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് തുറന്ന് നോക്കാം. ഏകദേശം ഒരു 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൂടെ വെക്കാം. ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെക്കാം. ഒന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ബീഫ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനോട് പൊരിച്ച് നേരത്തെ വെച്ചിരുന്ന തേങ്ങയുടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കറി ലീഫും കൂടെ ചേർത്ത് പൊരിച്ച് വെച്ചിരുന്നതാണിത്. മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കറി കണ്ടല്ലോ. ഒരു നാടൻ സ്റ്റൈലിലുള്ള ബീഫ് കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറവാണ്, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിതൊരു വലിയ ഗ്രേവി ഒന്നും ഇല്ലാതെ ഒരു സെമി ഗ്രേവി പോലെയാണ് എടുത്തിരിക്കുന്നത്. ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഒരുപാട് മസാലകളൊന്നുമില്ല. മീഡിയം സൈസ് ആയിട്ടാണ് പീസ് കട്ട് ചെയ്തിരിക്കുന്നത്.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് കറി കണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ബീഫ് കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.